ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും തരംഗമായിട്ട് സൈജുക്കുറുപ്പ് ചിത്രം ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2024 പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ തുടർഭാഗമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ആദ്യത്തെ ഭാഗത്തേക്കാൾ വലിയൊരു വിജയമാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോഴത്തെ സ്വന്തമാക്കുന്നത്. സൈജുക്കുറുപ്പിന്റെ ഒരു സോളോ ഹിറ്റ് കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു സിനിമയിലൂടെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരളം മുഴുവൻ ഇപ്പോഴത്തെ മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയുടെ പൊട്ടിച്ചിരിയുടെ പുറകെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ദിനത്തേക്കാൾ കളക്ഷനാണ് ചിത്രം പിന്നീട് പടിപടിയായിട്ട് ഉയരുന്നൊരു കാഴ്ചയാണ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വാഴ 2 എന്ന് പറയുന്ന സിനിമ വൻ വിജയം തീർത്ത് മുന്നേറുന്ന സാഹചര്യത്തിലായിരുന്നു മോഹിനിയാട്ടം റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രം തിയേറ്ററിലോട്ടെത്തി ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 7,70,00,000 രൂപ സ്വന്തമാക്കി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 10,30,00,000 രൂപ സ്വന്തമാക്കി. രണ്ടാഴ്ചയായിട്ട് കടന്ന ചിത്രം ഇപ്പോഴും വാഴ 2 കടന്ന രണ്ടാം സ്ഥാനത്ത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ വ്യാഴാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ബുക്കിംഗ് സ്റ്റാറ്റസ് പുറത്തു വരുമ്പോൾ പള്ളിച്ചട്ടമ്പി അതോടൊപ്പം തന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ ബുക്കിങ്ങിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരുന്നു മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് ഉയരുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചത്. ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് സൈജുക്കുറുപ്പിന്റെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ പോകുന്ന ചിത്രമായിരിക്കും ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.